കൃത്യമായിട്ട് പറയുവാണെങ്കിൽ 2020 കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ 2020 എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഈ പോസ്റ്റ്മോർട്ടം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ രീതിയിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡെലിവറിക്കൊക്കെ മുൻപ് ഞാനൊരു കോഴ്സിന് പോയി ചേർന്നു. അപ്പോൾ എനിക്ക് ജോലിയില്ലായിരുന്നു. പഠിച്ചിറങ്ങിയിട്ട് നല്ല ഇയർ ഗ്യാപ്പ് വന്നു. പക്ഷേ എനിക്ക് ജോലിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള നല്ല സങ്കട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊരു കോഴ്സിന് പോയി ചേർന്നു. പക്ഷേ ആ ടൈമിലാണ് കൊറോണ നല്ല രീതിയിൽ ആ ഒരു സ്പ്രെഡും ന്യൂസും കാര്യങ്ങളൊക്കെ കാരണം എല്ലായിടും കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയി. ആ ഒരു കോഴ്സ് എനിക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയും പോയി. പിന്നാണ് കുഞ്ഞായി. അപ്പോൾ ആ ഒരു ഡെലിവറിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ഈ പറഞ്ഞ പോലെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും കാര്യങ്ങളും അതുപോലെ ഭയങ്കരമായിട്ട് ജോലി ആയില്ല എന്നുള്ള ടെൻഷനും ഫാമിലിയിൽ നിന്നുള്ള പ്രഷറും ഒക്കെ കൂടി ഭയങ്കര വല്ലാത്തൊരു മോശമായ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ എനിക്ക് ഈ ആൻസൈറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓവർ തിങ്കിങ് ഉണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് തന്നെ അമിതമായിട്ട് ടെൻഷൻ ആവുകയും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചെറുപ്പം മുതലേ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. കൂടുതലും നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും അതിൻ്റെ വേസ്റ്റ് സിറ്റുവേഷൻ എടുത്ത് തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ പെട്ടെന്ന് അതുപോലെ സങ്കടം വന്നാൽ അങ്ങ് അത്രയ്ക്ക് അങ്ങ് ഡൗൺ ആവും. സന്തോഷം വന്നാൽ അങ്ങ് ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ബാലൻസിലല്ല എൻ്റെ ഇമോഷൻസൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2020 ഈ ടൈമൊക്കെ ആയി ഡെലിവറിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഈ ഹോർമോൺ ചേഞ്ചസും എല്ലാം കൂടി വന്നപ്പം ഞാൻ കംപ്ലീറ്റ് ഡൗൺ ആയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഡിപ്രഷൻ എന്ന് പറയാം. അതാണ് കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ള വാക്ക്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് ഞാൻ പോയി. ഇത് ഒരു ദിവസമോ 2 ദിവസമോ അല്ല, ആ ദിവസങ്ങളില്ലായിരുന്നു, വർഷം മുഴുവൻ. പക്ഷെ അത് എൻ്റെ വിഷമം അത് മറ്റൊരാളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. കാരണം നമ്മളുടെ ഫീലിങ്സ് അതിനി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു തേർഡ് പാർട്ടിക്ക് മനസ്സിലാകുന്നതിന് ഒരു പരിമിതിയുണ്ട്. പക്ഷെ ആ പരിമിതിക്കും അപ്പുറമായിരുന്നു എൻ്റെ സങ്കടം. അപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളെയും പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മൂത്തൊരു കുഞ്ഞും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ എൻ്റെ ഈ 2026 എൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അത് കഴിഞ്ഞൊരു കോഴ്സ് പഠിച്ചു. അത് കഴിഞ്ഞ് ആദ്യം ഞാനൊരു ജോലിയിൽ കയറി. അതിനേക്കാളും നല്ലൊരു ജോബ് കിട്ടിയപ്പം അത് വിട്ട് ഞാനിപ്പം രണ്ടാമത് കിട്ടിയ ജോലിയിൽ ഹാപ്പി ആയിട്ട് പോകുന്നു. കുട്ടികളുമായിട്ട് ഒരു നല്ല സക്സസ്ഫുൾ മദറായിട്ട്, നല്ലൊരു ജോലിക്കാരിയായിട്ട്, നല്ലൊരു ഫാമിലി വിമനായിട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പാടായിരുന്നു. എപ്പോഴും നമ്മുടെ ലൈഫ് ഒരേപോലെ പോകാൻ വലിയ പ്രയാസമൊന്നും ഇല്ല. പക്ഷെ ആ ലൈഫിനെ നമ്മൾക്കൊന്ന് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ അത് ഒരു ഭയങ്കര എഫേർട്ട് വേണം അതിന്. അപ്പം എൻ്റെ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, അപ്പം 2020 ഞാൻ പറഞ്ഞു ഇങ്ങനെയായിരുന്നു, നല്ല ഡൗൺ ആയിരുന്നു. ഡൗൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്നും പറയാൻ പറ്റില്ല, അതിനും താഴെയായിരുന്നു. ഒരു ഡെഡ്ലി നെഗറ്റീവ് ഫീലായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ആകെ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡായിരുന്നു. ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ആ ടൈമിലാണ് ഞാൻ ബുക്സ് വായിക്കണം എന്നുള്ള അങ്ങനെ ഒരു ശീലം പണ്ട് മുതലേ എനിക്കില്ലായിരുന്നു. എങ്ങനെയോ സാഹചര്യം കാരണം ബുക്സ് വായിക്കുക എന്നുള്ളൊരു ശീലം വന്നു. അപ്പം അങ്ങനെ ഒരുപാട് ബുക്സ് ഞാൻ ആ സമയത്ത് വായിച്ചു. കൂടുതലും മുഴുവൻ വായിച്ചതും സെൽഫ് ഹെൽപ്പ് ബുക്സ് ആയിരുന്നു. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു എനിക്ക്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഞാൻ ഡൗൺ ആയത്, അല്ലെ എന്തുകൊണ്ടാണ് ലൈഫിൽ ഞാൻ ഉദ്ദേശിച്ച പോലൊന്നും എനിക്ക് നടക്കാത്തത്, അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ബുക്സ് വായിച്ച മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനോട് എനിക്ക് പിന്നെ അതുപോലുള്ളൊരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പം ഈ മെഡിറ്റേഷൻ സംബന്ധമായിട്ടുള്ള വീഡിയോസൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങ് ഓടിച്ച് കളയായിരുന്നു. കാരണം എനിക്ക് അത് പറ്റില്ല. കാരണം 5 മിനിറ്റ് പോലും കണ്ണടച്ചിരിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. 100 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടി വരും. എന്നെക്കൊണ്ട് മെഡിറ്റേഷനൊന്നും എന്തായാലും പറ്റുന്ന കാര്യമല്ല എന്നാണ് ഞാൻ കരുതിയത്. അപ്പം എന്ത് വന്നാലും അത് ചെയ്യാതെ എന്തെങ്കിലും ചെയ്ത് കുറച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്യണം, മനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുവരണം എന്ന് മാത്രമായിരുന്നു ആഗ്രഹം. എന്ത് വന്നാലും ആ ഒരു കാര്യം ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷെ അങ്ങനെ ഇരുന്നപ്പം ഈ പവർ ഓഫ് നൗ എന്ന് പറയുന്ന ഒരു ബുക്ക്, അതെനിക്ക് ഭയങ്കരമായിട്ടൊരു ഉൾവിളി തന്നൊരു ബുക്കാണത്. അതിൽ പറയുന്ന കാര്യങ്ങൾ അതെന്നെ വല്ലാതെ ഒരു നല്ലൊരു വൈബ്രേഷനിലേക്ക് കൊണ്ടുപോയ ഒരു ബുക്കാണ് ദ പവർ ഓഫ് നൗ ബൈ എക്കാർട്ട് ടോളെ. പിന്നെ പതുക്കെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തുടങ്ങി.
ആദ്യമൊക്കെ നല്ല പ്രയാസമായിരുന്നു. കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് എല്ലാം അന്നത്തെയും പിറ്റേ ദിവസത്തെയും ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ തലയിൽ കൂടി വരും. പക്ഷേ അങ്ങനെ ഇരിക്കാനുള്ളൊരു ക്ഷമ എനിക്ക് എങ്ങനെയോ ഉണ്ടായി. അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. അങ്ങനെ മെഡിറ്റേഷൻ പതുക്കെ പതുക്കെ ശീലിച്ചു. പിന്നെ പതുക്കെ പതുക്കെ ഞാൻ എൻ്റെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പം അതൊരു വല്ലാത്തൊരു സുഖമുള്ള ഒരു അനുഭവം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതായത് ഈ ഒരു എക്സ്റ്റസി എന്നൊക്കെ നമ്മൾ പറയും, ഒരു ആനന്ദം. കുറേ നേരം അങ്ങനെ ശ്വാസത്തിലൊക്കെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മളറിയാണ്ട് ഒരു ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല് അതെനിക്ക് കിട്ടിത്തുടങ്ങി. പിന്നെ അങ്ങനെയാണ് മെഡിറ്റേഷൻ എൻ്റെ ലൈഫിൻ്റെ ഭാഗമായത്. അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങി, ബുക്സ് വായിച്ചു തുടങ്ങി. അത് എൻ്റെ ലൈഫിലേക്കൊരു പുതിയ പാറ്റേൺ അങ്ങനെ വന്നപ്പം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മാറ്റമാണ് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നത്. നല്ല രീതിയിൽ ഈ പറയുന്ന എൻ്റെ ആൻസൈറ്റിയെയും ഡിപ്രഷൻ കംപ്ലീറ്റ് ആയിട്ട് പോയി. ആൻസൈറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എനിക്ക് കൺട്രോൾ ചെയ്താണ് മുന്നോട്ട് പോകാൻ പറ്റി. ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അനാവശ്യമായ ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും ഒന്നും എനിക്കിപ്പം അങ്ങനെ തോന്നാറില്ല. അങ്ങനെ ഒരു തോട്ട് പാറ്റേൺ എൻ്റെ മനസ്സിലേക്ക് വരാറില്ല. അപ്പം ഇതാണ് എൻ്റെ ആ ഒരു 2020 മുതൽ 2026 വരെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു 32 ഇയേഴ്സിന് മുൻപുള്ള ഞാനും അതിന് ശേഷമുള്ള ഞാനും എന്നാണ് പറയുന്നത്. അപ്പം ഞാനിത് ഒരുപാട് പേരോട് ഇങ്ങനെ പറഞ്ഞപ്പം അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ 32 ഇയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്കിങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ചില ആളുകൾ അതിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിച്ച് സ്പിരിച്വലി മാറുന്നവരുണ്ടായിരിക്കും. പക്ഷെ എല്ലാവർക്കും ഈ ഒരു ടൈം ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും എന്നൊക്കെ എന്നോട് ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു ഹാപ്പി ഹൗസ് വൈഫ് ആണ്. പ്ലസ് ഞാനൊരു 2 കുട്ടികളുടെ അമ്മയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. സന്തോഷമായിട്ട് സമാധാനമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു.